السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الحمد لله رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഒരു മനുഷ്യൻ അവൻ്റെ നിത്യജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കാനും അള്ളാഹുവിനോട് അവൻ്റെ അനുഗ്രഹങ്ങൾ തേടുവാനും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അള്ളാഹുവിനോടുള്ള സ്മരണകളാണ്, ദിക്റുകളാണ്. മാനസികമായുള്ള സമാധാനത്തിനും അതുപോലെ തിന്മകളിൽ നിന്നുള്ള മോചനത്തിനും സംരക്ഷണത്തിനുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഓരോ ഇടങ്ങളിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ദിക്റുകളുണ്ട്. ആ ദിക്റിലേക്ക് മനുഷ്യരെ പ്രചോദിപ്പിക്കുന്ന, മനുഷ്യരെ ചെന്നു ചേർത്തുന്ന, കൈപിടിച്ച് ഉയർത്തുന്ന, എത്തിക്കുന്ന ഒരുപാട് രംഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സൂറത്തുൽ ഖാഫിൻ്റെ അവസാനം പാരായണം ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ഖാഫ്, ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. ഫദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഉത്ബോധനം ചെയ്യണം. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെ ഭയപ്പെടുന്ന വിഭാഗങ്ങളെ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പാരായണം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ നിങ്ങൾ ഉത്ബോധനം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാരണം മറ്റുള്ള നമ്മുടെ ഇൽമുകൾ, അറിവുകളിൽ നിന്ന് നമ്മൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങിക്കൊള്ളണമെന്നില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആൻ ആർക്കെങ്കിലും ഓതി കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആ ഒരു അർത്ഥഗാംഭീര്യം, അല്ലെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മനുഷ്യന്റെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലും. അത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ മനുഷ്യന്മാരെ ഉത്ബോധനം ചെയ്യുക, അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. കാരണം ഈ ഓർമ്മപ്പെടുത്തലുകൾ തൻഫഉൽ മുഅ്മിനീൻ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദാരിയാത്തിൽ കാണാം. മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് ഏറ്റവും മനസ്സിലത് ശരിക്ക് ഫലം ചെയ്യുന്നത് ഖുർആനിന്റെ ദിക്റുകളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കുക എന്നതിലപ്പുറം മറ്റൊന്നും നമ്മുടെ മനസ്സിന് സമാധാനമായിട്ട് നമുക്ക് എവിടെയും കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ, രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ നമ്മൾ ജീവിതത്തിൽ ചൊല്ലി തീർക്കേണ്ട ദിക്റുകൾ അത് മാത്രം മതി. അത് മാത്രം ചൊല്ലിയാൽ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ കഴിയും. പക്ഷെ നമ്മളൊന്നും അത് പഠിക്കാൻ തയ്യാറില്ല എന്നതാണ്. നമുക്കാർക്കും അത് പഠിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ ഒരു 70 വയസ്സുള്ള ആളോട് ചിലപ്പോൾ ചോദിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന് നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ ഏതൊക്കെ അറിയുന്ന വെച്ചാൽ പരിമിതമായിരിക്കും. എല്ലാവരും ആക്ഷേപിക്കുകയല്ല, ചോദിച്ചു നോക്കല്ലേ. സ്വന്തം മനസ്സിനോട് തന്നെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ എന്താണ് ചൊല്ലേണ്ടതെന്നുള്ളത് ദിക്ർ അപൂർവം ആളുകളെ ചൊല്ലാറുള്ളൂ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ചൊല്ലേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൽ ബഅസ് വന്നുശൂർ എന്ന ദിക്ർ ചൊല്ലി മനുഷ്യൻ അവിടുന്ന് എഴുന്നേറ്റിട്ട് ഇനി ശുചിത്വ മുറിയിലേക്ക്, ശൗചാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ദിക്ർ ചൊല്ലാനുണ്ട്. ശൗചാലയം എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ അവിടെ ദിക്ർ ചൊല്ലാനുണ്ട്. കടക്കുമ്പോഴല്ല ദിക്റില്ല. സാധാരണ നിലയിൽ നമ്മൾ ബാത്റൂമിലേക്ക് ഇടതുകാലം മുന്തിച്ച് വെക്കണം. ഇടതുകാലം മുന്തിച്ച് വെക്കുന്ന ആ സന്ദർഭത്തിലാണ് എല്ലാവരും ദിക്ർ ചൊല്ലുക. അവിടെ അല്ല ചൊല്ലേണ്ടത്. ഒരാൾ ബാത്റൂം ഖലാഹ് പോകാൻ ഉദ്ദേശിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ദിക്ർ ചൊല്ലേണ്ടത്. ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കിടപ്പറയിൽ നിന്ന്, നമ്മുടെ റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാതെ ബാത്റൂമിന്റെ ഡോറ് തുറന്നിട്ട് ഡോറ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ് എന്നല്ല ദുആ ചെയ്യണം. നമ്മൾ അല്ലാഹുവിന്റെ പേര് പറയാൻ പറ്റിയ സ്ഥലമല്ല അത്. അപ്പൊ എപ്പോഴാണ് ഉദ്ദേശിക്കുന്നത് അവിടുന്ന് ചൊല്ലണം. ഇപ്പൊ ഇവിടുത്തെ ബാത്റൂം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ബാത്റൂം ഹൗദിന്റെ വുദു എടുക്കുന്നതിന്റെ വുദൂഖാനയുടെ കുറച്ചങ്ങോട്ടാണ്. അപ്പൊ ഇവിടുന്ന് ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടുന്നാണ് ദിക്ർ ചൊല്ലേണ്ടത്. അല്ലാതെ ബാത്റൂമിന്റെ തൊട്ടടുത്തുനിന്നോ ബാത്റൂമിൽ അല്ല ചെല്ലേണ്ടത്. അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് നമ്മൾ വിരമിച്ചതിന് ശേഷം, പുറത്തെത്തിയതിന് ശേഷമാണ് അവിടുന്ന് ദിക്ർ ചൊല്ലേണ്ടത്. അവിടുന്ന് ചൊല്ലേണ്ട ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ ഇതൊക്കെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഓരോ ദിവസം നിത്യജീവിതത്തിൽ നാം പാലിക്കേണ്ട മര്യാദകളിൽപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ അതൊന്നും ചൊല്ലാറില്ല. അപൂർവം, വളരെ അപൂർവം ആളുകളെ ചൊല്ലാറുള്ളൂ. എന്തിനേറെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർത്തിയായിട്ട് ചൊല്ലുന്ന എത്ര ആളുകളുണ്ട്? ചായ കുടിക്കുമ്പോൾ, അല്ല ജസ്റ്റ് ഒരു വെള്ളം കുടിക്കുമ്പോൾ, ഇതൊക്കെ ഒരു മുസ്ലിമിന്റെ അടയാളമാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ.
നിങ്ങൾ പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. പകുതി മുസ്ലിം പകുതി അല്ലാതെ അങ്ങനെ ജീവിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എവിടെ നിന്ന് കുടിക്കുകയാണെങ്കിൽ അത് ഇരുന്ന് കുടിക്കുകയാണെന്നൊരു മുസ്ലിമിന്റെ ചര്യയിൽപ്പെട്ടതാണ്, മര്യാദയിൽപ്പെട്ടതാണ്. അത് ചെയ്യാറില്ല. 90% ആളുകളും ഈ യുഗത്തിൽ ചെയ്യാറില്ല. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൂർണ്ണമായിട്ട് ചൊല്ലാറില്ല. ഒരാളെ കണ്ടാൽ സലാം പറയാൻ മടിയാണ്. ആ കാലഘട്ടമൊക്കെ അവസാനിച്ചു. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സലാം ചൊല്ലണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പൂർണ്ണമായിട്ട് ചൊല്ലണം. ചൊല്ലാറുണ്ടോ? അസ്സലാമു അലൈക്കും എന്നതിലേക്ക് നമ്മൾ പരിമിതപ്പെടുത്താറാണ് പതിവ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രാർത്ഥനയാണ്. കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. അവിടെ സലാം അടക്കാൻ ആരില്ലെങ്കിലും മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ സലാം അടക്കാനുണ്ട്. നമുക്കത് ആവശ്യമില്ല. പള്ളിയിൽ കയറുമ്പോൾ എത്ര ആളുകൾ ഇന്ന് ദിക്ർ ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് പ്രവേശിച്ചവരുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കയറുമ്പോഴും ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ചൊല്ലാനുള്ള ദിക്ർ അത് ചൊല്ലി എത്ര ആളുണ്ട്? ഒരുപക്ഷെ ഇപ്പോൾ കൈയൊന്ന് ഉയർത്താൻ പറഞ്ഞാൽ ആളുകൾ പരിമിതം, വളരെ കുറഞ്ഞ ആളുകളെ കൈ ഉയർത്താനുണ്ടാവും. കാരണം നമുക്കതൊന്നും ആവശ്യമില്ല. അപ്പൊ നിത്യജീവിതത്തിലുള്ള ദിക്ർ ഓരോ ദിവസവും ഓരോ ദിക്റെങ്കിലും പഠിച്ചാൽ നമുക്ക് എപ്പോഴേ ചൊല്ലി തീർക്കാമായിരുന്നു. എപ്പോഴത് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അത് ചൊല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഓരോ രംഗങ്ങളിലും അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് അങ്ങാടിയിലേക്കാണെങ്കിലും അയൽവാസിയുടെ വീട്ടിലേക്കാണെങ്കിലും കടകളിലേക്കാണെങ്കിലും പള്ളിയിലേക്കാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ ഭാര്യ ബാക്കിയുണ്ട്, മക്കളുണ്ട്, എൻ്റെ സമ്പാദ്യമുണ്ട്, ഭക്ഷണ സാധനങ്ങളുണ്ട്, വിലപിടിപ്പുള്ള സാധന സാമഗ്രികളുണ്ട്. അതൊക്കെ നാം വിട്ടേച്ച് തൽക്കാലം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒരു പക്ഷേ തിരിച്ചു വന്നാലോ ഇല്ലെങ്കിലോ എന്തായാലും എനിക്ക് പ്രശ്നമില്ല. അവിടെ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ മേലെല്ലാം ഞാൻ ബലമേൽപ്പിച്ചു. അങ്ങനെ ചൊല്ലി എത്ര ആളുകളുണ്ട്? ചൊല്ലാറുള്ള എത്ര ആളുകളുണ്ട്? ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ അറിയുന്നവരോട് ചോദിച്ച് പഠിക്കുക. ഓരോ ദിവസം ഓരോന്നായിട്ടും. അല്ല, മക്കളോട് ചോദിച്ച മദ്രസയിൽ പഠിക്കുന്ന മക്കളോട് ചോദിച്ചാൽ മതി, എന്തൊക്കെ ദിക്റുകളാണുള്ളത് മോനെ, എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. ഇതിനാരും ഒരുക്കല്ല. ഇസ്ലാമികമായിട്ട് പൂർണ്ണമായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കാൻ ആർക്കാണ് ഇപ്പോൾ താല്പര്യം? അപ്പൊ നമ്മളെ ദിക്റായിട്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പാപമോചനം, അതുപോലെ വമ്പിച്ച പ്രതിഫലം. നമ്മൾ വമ്പിച്ച ഓഫർ എന്നൊക്കെ പറയുമ്പോൾ കടകളിൽ കയറി ചെല്ലാറില്ല. വമ്പിച്ച ഓഫറുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ വലിയ ബാനർ, നമ്മൾ കയറി ചെല്ലും. അല്ലെ നമ്മളത് നോക്കി വെച്ചിട്ട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ഭാര്യയെയും മക്കളെയും കൂട്ടിയിട്ട് നമ്മൾ വലിയൊരു ഒരുക്കത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും? ആ കട തേടി പോകാറുണ്ട്. കാരണം വമ്പിച്ച ഓഫറുകളാണ്. ഇതുപോലെ വമ്പിച്ച പ്രതിഫലം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ധാരാളം ദിക്ർ ചെല്ലുന്നവർ. ധാരാളം ദിക്ർ ഇത് തന്നെ ധാരാളം. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവര് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? യദ്കുറൂനല്ലാഹ ഖിയാമൻ. അവർ നിൽക്കുമ്പോഴും ദിക്ർ ചൊല്ലുകയാണ്, ഇരിക്കുമ്പോഴും ദിക്ർ ചൊല്ലുകയാണ്, നടക്കുമ്പോഴും ദിക്ർ ചൊല്ലുകയാണ്. എപ്പോഴും അവരുടെ മനസ്സിൽ ദിക്റുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മനസ്സ്, നമുക്കൊക്കെ ആവശ്യം സമാധാനമാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും നമ്മൾ അതിൽ ഉത്ബുദ്ധരല്ല. എങ്ങനെയാണ് സമാധാനം ലഭിക്കുക? പടച്ച റബ്ബാണ് ഈ ഹൃദയം സൃഷ്ടിച്ചത്. ഹൃദയം എന്നുള്ള ആ ഒരു ഇറച്ചിക്കട്ടയെ സൃഷ്ടിച്ചത് പടച്ച റബ്ബാണ്. അതിന് റബ്ബൊരു സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട്. അതിനെങ്ങനെയാണ് സമാധാനം കിട്ടാന്ന് അതിനെ പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? ദിക്ർ കൊണ്ടാണ്. ഏത് ദിക്ർ? ഈ പറയപ്പെട്ട ദിക്റുകൾ തന്നെ. ഇത് പഠിക്കാൻ തയ്യാറാണോ? എന്നാൽ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം. അത് സംരക്ഷണ വലയമാണത്. ഹൃദയത്തിന്റെ സംരക്ഷണ വലയം ദിക്റാണ്. എന്റെ ഭാഗത്ത് നിന്ന് പറയല്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നിങ്ങൾക്ക് സമാധാനം അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅദ് പരിശോധിച്ചാൽ കാണാം. ഇത് നമുക്ക് റബ്ബ് പറഞ്ഞു തന്നിട്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് മനസ്സിന് സമാധാനക്കേട് വരുമ്പോ, പ്രയാസം വരുമ്പോ, ക്ലേശങ്ങൾ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു സിഗരറ്റ് വാങ്ങി ഇങ്ങനെ വലിക്കും. അള്ളാഹു കാത്തരക്ഷിക്കുമാറാവും. മുഅ്മിനാണ്. പക്ഷെ സ്ട്രെസ് വരുമ്പോൾ, ഡിപ്രഷൻ വരുമ്പോൾ, അതുപോലെ ടെൻഷൻ വരുമ്പോൾ വെള്ളം അടിക്കാൻ എന്ത് സുഖമാണ്. ഇക്കാലം അത്രയും വെള്ളം അടിച്ച ആളുകളോട് ചോദിച്ചാൽ അതിലേക്കൊന്ന് ആ രംഗങ്ങളിലൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചൊക്കെ പറഞ്ഞു. ഒരു മോക്ഷവും ലഭിച്ചിട്ടുണ്ടാവില്ല. സിഗരറ്റ് വലിച്ചിട്ട് ആ പുകയിലൂടെ ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ കണ്ടു തീർക്കുന്ന ആളുകൾ എവിടെ ടെൻഷൻ പോവാൻ?
അത് നമ്മുടെ മനസ്സ് അത് നിയന്ത്രിക്കുന്ന റബ്ബാണ്. ഖല്ലിബുൽ ഖുലൂബ്, ആ മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതും മറിക്കുന്നതും റബ്ബ്. ആ റബ്ബ് പറഞ്ഞു അതിന് സമാധാനം കിട്ടണമെങ്കിൽ, അതിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ചാർജ് അതാ പോയിന്റ്, അത് ദിക്റാണ്. അതിങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ഓരോ സമയത്ത് ഓരോ ആവശ്യത്തിനുള്ള ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പഠിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ 24 മണിക്കൂറും മൊബൈലിൽ തോണ്ടിക്കളിക്കുന്ന നമ്മൾക്ക് ഈ ഒരു കൻസുൽ ഇബാദ, അതുപോലെ ഒരുപാട് സുന്നി മൻസിൽ പോലത്തെ ഒരുപാട് ആപ്പുകളുണ്ട്. സുന്നി മൻസിലിനെ പരിചയം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ആപ്പ്, ഒരു ആപ്ലിക്കേഷൻ. അതിനെ പരിചയപ്പെടുത്തിയത് തന്നെയാണെന്ന് വെച്ച് വന്നാൽ അത്രയും ഉപകാരം ഒരുപാട് നാടന്മാർക്ക് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവരുടെ നിത്യജീവിതത്തിൽ അവർ എല്ലാ മേഖലയിലും മരിക്കാൻ കിടക്കുമ്പോൾ വരെ ചെല്ലാനുള്ള ദിക്റുകൾ അതിലുണ്ട്. സുന്നി മൻസിൽ എന്ന് പറയും. എല്ലാം മലയാളത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഉംറയ്ക്കാണെങ്കിലും ഹജ്ജിനാണെങ്കിലും ഏത് അവസരത്തിൽ നമുക്ക് എടുത്തുപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് ദിക്ർ കൊണ്ടെടുക്കുക. നമ്മുടെ മനസ്സിൻ്റെ സമാധാനമൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിത്യമായി ദിക്ർ ചെല്ലുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നമ്മയും കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായ അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പറഞ്ഞതിൽ എന്തൊക്കെ പിഴവുകളുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നാം പറഞ്ഞതിൻ്റെ ഒക്കെ മിസ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റ് അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, പ്രിയപ്പെട്ട TSK തങ്ങൾ, നമ്മുടെ പള്ളിയുടെ മഖ്ബറകളിൽ അന്ത്യമുറങ്ങുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ഒക്കെ ഖബറിടങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വലിയ ദറജ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഖബറുകൾ നമ്മുടെ നമ്മുടെ നാടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അള്ളാഹു എല്ലാവർക്കും അവൻ്റെ ഹിഫ്ദ് നൽകുമാറാവട്ടെ, കാവല് നൽകുമാറാവട്ടെ. അവരുടെ നിത്യ പ്രാർത്ഥനയിൽ അള്ളാഹു നമുക്കൊക്കെ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഖൈറദ് ദുനിയാ വഖൈറുൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയാ വശർറൽ ആഖിറ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എല്ലാ സംരംഭങ്ങളിലും, മക്കളിലും, ഭാര്യ സന്താനങ്ങൾ, ഭക്ഷണങ്ങൾ, നമ്മുടെ ഉപജീവന മാർഗം, തൊഴിലുകളിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.